നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് നമ്മൾ കേട്ട വളരെ നടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട വളരെ നടുക്കുന്ന ഒരു ദൃശ്യമായിരുന്നു ഒരു വയോധികനെ ഉത്സവപ്പറമ്പിൽ ഗാനമേളക്കിടെ കസേര എടുത്ത് തല്ലുന്ന ദൃശ്യങ്ങൾ. അപ്പോൾ അതിൽ നമ്മളോടിപ്പോൾ ഉള്ളത് ആ തല്ല് കൊണ്ട ആ ചേട്ടനാണ്. ചേട്ടാ, വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയായിരുന്നു. സമൂഹ മാധ്യമങ്ങളുടെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കാണ് അടി കിട്ടിയത്. ആണ്. എന്തിന്റെ പേരിലായിരുന്നു? കഴിച്ച് ഉണ്ടായിരുന്നു ഗാനം. അപ്പോൾ എല്ലാവർക്കും നമുക്കൊരു മനസ്സിലൊരു ഇത് വരും. ഒരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് കേട്ടപ്പോൾ ഞാൻ കളിച്ചുകൊണ്ട് നമ്മൾ ഒറ്റ ആടി ഉറുക്കി. പിന്നെ ഇവിടെ അടിച്ചു എന്താ പാറ്റും. ഇപ്പം എന്തിനാ അടിച്ചതെന്ന് എനിക്കൊരു അടിച്ച ആരാണെന്ന് അറിയാമോ? എനിക്ക് ആളിലറിഞ്ഞ മേഡം. കണ്ടില്ല മേഡം. നിങ്ങൾ ഈ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ തത്സമയത്ത് കണ്ടോണ്ടിരിക്കുക. നിങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു പോയത്? ഒരുമിച്ചല്ല പോയത്, പിന്നീടാ വന്നത്. നിങ്ങൾ ആരും ഇത്രയും വേദിയിൽ അല്ലെങ്കിൽ ഒരു ഗാനമേള നടക്കുന്നു, ഇത്രയും ആളുകൾ കാണുന്നു, അപ്പോഴൊന്നും നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിച്ചായിരുന്നല്ലോ. കാരണം പുള്ളിക്കാരൻ്റെ അതിന് ഒരു തെറ്റ് മാറിയിട്ടില്ല. ഈ ഗാനമേള ട്രൂപ്പുകാരെന്നെ പറഞ്ഞു, അനൗൺസ്മെന്റിൽ കൂടെ പറയുകയും ചെയ്തു. ആ പുള്ളിക്കാരൻ ഒരു കുഴപ്പമില്ലാതെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. കമ്മിറ്റിക്കാർ വരെയും ഫ്രസ്ട്രേഷനാണ്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവൻ എന്തിനു വന്ന് കുറെ കൂടെ വന്ന് അടിച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീട് ആളിനെ കണ്ടിട്ടില്ല. ശരിക്കും വളരെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ മാത്രമല്ല, ഒരു പ്രായമുള്ള മനുഷ്യനെ വന്ന് അത്രത്തോളം ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുക, ഇതൊക്കെ ശരിക്കും പറയാൻ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അത്രയും ലൈവായി തന്നെ ആളുകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും ആളുകൾ കണ്ടിട്ട് പോലും ആരും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളതായിരുന്നു ആ സമയത്ത് ചോദ്യം. ഏതായാലും നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. ഇത്രയും ജനം അവിടെ ഉണ്ട്, അവരെല്ലാം വീഡിയോ എടുത്തോളൂ. ചോദിച്ചില്ല മേഡം, ആരും തിരക്കി വന്നിട്ടില്ല. ഞാൻ ബ്ലഡ് തുപ്പിക്കൊണ്ടിരിക്കുക. ബ്ലഡ് ആരെയും ചോദിച്ചില്ല. ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? പേടിയാണ് മേഡം. എന്തിനാ പേടിക്കുന്നത്? അവരുടെ അവിടുത്തെ ആൾക്കാരാണ്. വീടില്ലേ? സ്വന്തമായിട്ട് വീടില്ലേ? ഒന്നുമില്ല മേഡം, അനാഥമാണ്. ആക്കില്ല, 2 കുപ്പി പറഞ്ഞല്ല വീട്ടിൽ. സ്വന്തം നാട് അങ്ങനെ അതൊക്കെ എവിടെയാ? നാട് വീട്ടിലൊന്നുമല്ല. ഞാൻ 5-6 കുപ്പി പറഞ്ഞ് ജീവിക്കണമാണ്. ആ കുപ്പിയുടെ 30-40 രൂപ കിട്ടും. അതിനൊരു ചായ കൊണ്ടുപോകും. അല്ല മേഡം, എവരെയൊന്നും കൊന്നു കളഞ്ഞ അതാണ് പേടിക്കണം. പേരെന്താണ് താങ്കളുടെ പേര്? നായർ. ബാലേന്ദ്രൻ നായർ. ബാലചന്ദ്രൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപക്ഷെ ഇവിടെ വന്ന് താമസിക്കുന്ന ആൾ, അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഇത്രയും ധൈര്യത്തോടെ ഒരാൾ അയാളെ കസേര എടുത്ത് അടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ കസേര എടുത്ത ആളെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. ആരാണ് ഇയാൾ, ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ മർദ്ദിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുന്നു. ഏതായാലും വളരെ ദാരുണമായ, അല്ലെങ്കിൽ ഏറ്റവും സമൂഹ മനസാക്ഷിയെ വേദനിപ്പിച്ച, ഞെട്ടിച്ച, നടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് കൊല്ലത്ത് നിന്ന് നമ്മൾ കണ്ടത്. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോഴും അടിക്കടി ഓരോ ദിവസവും ഇത്തരം സംഭവങ്ങൾ കൂടി വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം ബിൽവൻസൺ, വിസ്മയ ന്യൂസ്.